നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷണറി ആയിട്ടുള്ള മാനേജിംഗ് ഡയറക്ടർ ഗൗതം പാലി സർ, അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യം അറിയാം. ലാസ്റ്റ് സ്പീച്ചിലടക്കം 21st ആനിവേഴ്സറി സ്പീച്ചിലടക്കം അദ്ദേഹം വളരെ കൃത്യമായിട്ട് വെസ്റ്റീജിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഫ്യൂച്ചർ, ഞങ്ങളൊരു $1 ബില്യൺ കമ്പനി ആവാൻ പോവുകയാണ്, 8500 കോടിയുടെ ബിസിനസ്. കാരണം 2030 ആകുമ്പോഴത്തേക്കും 22,000 കോടി ടേൺ ഓവർ ഉള്ള ഈ ഇൻഡസ്ട്രി ഓൾമോസ്റ്റ് ഒരു 40,000 ക്രോസിന്റെ ഇൻഡസ്ട്രി ആയിട്ട് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഓൾമോസ്റ്റ് 25%-ഓളം ടേൺ ഓവർ കൈവരിച്ചുകൊണ്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി എന്നുള്ള രീതിയിൽ ബെസ്റ്റ് CEO അവാർഡ് കിട്ടിയിട്ടുള്ള ഗൗതം പാലി സാറിന്റെ സ്പീച്ച് വളരെ എക്സലന്റ് ആയിരുന്നു. സോ ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു സംവൺ ഹൂസ് റെഡി ഫോർ ഫൈറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിന്റെ ഒരു പൾസ് ഫീൽ ചെയ്യൂ. നിങ്ങൾക്ക് ഒന്നുകിൽ തവളയായിട്ട് ജീവിക്കാം, അത് കിണറ്റിലെ തവളയല്ല, കാരണം കിണറ്റിലെ വെള്ളം പോലും പതുക്കെ വറ്റിക്കൊണ്ടിരിക്കുക. അപ്പോ നിങ്ങളുടെ സോഴ്സുകൾ കുറയുന്നു, നിങ്ങളുടെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഒരു ഇൻഡസ്ട്രിയിൽ നല്ല ഈ കമ്പനികളാണെങ്കിൽ പോലും നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ വളരെയധികം ഇപ്പൊ വെസ്റ്റീജിൽ വരുന്ന എല്ലാ ആൾക്കാരും വിജയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. വെസ്റ്റീജിൽ വിജയിക്കാൻ തീർച്ചയായും ആദ്യത്തെ ഘടകം നിങ്ങൾ എന്തിനു വേണ്ടി എങ്ങനെ ഏത് രീതിയിൽ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗില് ഭൂരിപക്ഷം ആൾക്കാര് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു വിജയം കൈവരിക്കും? ഇത് ഒരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ബിസിനസ് ചെയ്യുന്ന അതേ രീതിയിൽ എന്റെ കൂടെ വരുന്ന എല്ലാ ആൾക്കാരും ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും. പക്ഷെ ഇവിടെ വരുന്ന ചോദ്യം, നിങ്ങൾ ചെയ്യുന്ന പോലെ ബാക്കിയുള്ളവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം വേണം. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ കയറി വരുമ്പോൾ നമുക്ക് തന്നെ ധാരണയില്ല ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. ഇവിടെയാണ് വിന്നിംഗ് ടീമിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. കാരണം വിന്നിംഗ് ടീം ഓരോ ചൂടും നിങ്ങൾക്ക് പറഞ്ഞു തരും സമയാനുസൃതമായിട്ടുള്ള രീതിയിൽ, കാലത്തിന് മുമ്പേ. കാരണം വെസ്റ്റീജ് പറയുന്ന പല ഓഫേഴ്സും 500 PBയിൽ ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നടക്കമുള്ള പല ഓഫേഴ്സും 21st ആനിവേഴ്സറിയിൽ വന്നിട്ടുള്ള പല ഓഫേഴ്സ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വിന്നിംഗ് ടീം ഓൾറെഡി ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആർ യു റെഡി? ശരിക്കും പറഞ്ഞാൽ വിന്നിംഗ് ടീമിന്റെ സ്പീഡിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോ ശരിക്ക് നല്ലൊരു ഇൻഡസ്ട്രി, നല്ലൊരു കമ്പനി, നല്ലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇനി ബാക്കി വരുന്ന കാര്യം നിങ്ങൾ ഏത് രീതിയിൽ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് 2015-ലാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കമ്പനിയുടെ പ്രോഗ്രാം ചെന്ന് അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്കിത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് MBA വളരെയധികം കാലം പഠിച്ചു, ബുദ്ധിമുട്ടി, ജോലി കയറി, ജോലിയിൽ ബുദ്ധിമുട്ടി, അത് കഴിഞ്ഞ് പലതരത്തിൽ ജോലി മാറി. പക്ഷെ എന്നിരുന്നാലും ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ലൈഫ് സ്റ്റൈലിലേക്ക് എനിക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അതേ സമയത്ത് ഇതൊന്നുമില്ലാതെ ഇത്ര സമയമെടുക്കാതെ എൻജോയ് ചെയ്തുകൊണ്ട് ഒട്ടനവധി ആൾക്കാര് ഈ ലൈഫിനെ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ സ്വപ്നം കാണുന്ന ലൈഫ് സ്റ്റൈലിനെ അവര് നേടിയത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. ഇതിൽ എന്തോ ഒരു മറിമായമുണ്ട്, എന്തോ ഒന്ന് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. കാരണം എന്റെ കുറെ മിഥ്യാധാരണകളാണ് തീർച്ചയായും എന്റെ നല്ല ഭാവിയെ എന്നെ തടുത്തു നിർത്തുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും സീറോ മൈൻഡ് സെറ്റിലേക്ക് വന്നു. വിന്നിംഗ് ടീം പറയുന്ന രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും തുടങ്ങി. ഈഗോസ് മാറ്റിവെച്ചു.